Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Propwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. For a sequence of random variable x1, x2, etc., variance of xi equal to 1 for I not equal to j, and covariance of xi xj is equal to beta for modulus of I minus j equal to 1, 2, 3 and 0 otherwise. The sequence follow weak law of large numbers. Weak law of large numbers follow ചെയ്യണമെങ്കിൽ finite mean ആയിരിക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇറ്റ് ഈസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു 1. അതായത് വേരിയൻസ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. വേരിയൻസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ കൊവേരിയൻസ് ഓഫ് എക്സ് ഐ എക്സ് ജെ അതായത് ബീറ്റ ഏത് ഫൈനൈറ്റ് വാല്യൂ ആയാലും കുഴപ്പമില്ല. അത് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആവാം, 2 ആവാം, 3 ആവാം, എന്തും ആവാം. അപ്പൊ ഇവിടെ ഓപ്ഷൻ വരുന്നത് 4th ആണ്. ഫോർ എനി ഫൈനൈറ്റ് വാല്യൂ ഓഫ് ബീറ്റ x1, x2, etc. xn holds weak law of large numbers. Let x1, x2, etc. xn be a random sample from population with probability density function f of x theta equal to 2 into theta minus x divided by theta square. 0 less than x less than theta and theta greater than 0. The estimate of theta by method of moments is. അതായത് ക്വസ്റ്റ്യനിൽ x1 മുതൽ xn വരെയുള്ള ഒരു റാൻഡം സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രോബാബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. എക്സിന്റെ റേഞ്ച് കൊടുത്തിട്ടുണ്ട് ആൻഡ് തീറ്റ ഗ്രേറ്റർ ദാൻ 0. ഇനി എസ്റ്റിമേറ്റ് ഓഫ് തീറ്റ, അതായത് എസ്റ്റിമേറ്റ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് തീറ്റ ക്യാപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്താണ്? എം ആർ ഡാഷ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ ഡാഷ്. അതായത് പോപ്പുലേഷൻ മീനും സാമ്പിൾ മീനും നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. എന്നിട്ടാണ് തീറ്റ ക്യാപ്പ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് എഫ് ഓഫ് എക്സ് തീറ്റ ഇത് വെച്ചിട്ട് മ്യൂ ആർ ഡാഷ് കണ്ടുപിടിക്കാം, എം ആർ ഡാഷ് കണ്ടുപിടിക്കാം പോപ്പുലേഷൻ ഡെൻസിറ്റി വെച്ചിട്ട്. അപ്പൊ ആൻസർ കിട്ടുന്ന തീറ്റ ക്യാപ്പ് ഈസ് ഈക്വൽ ടു 3x bar. തേർഡ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. തീറ്റ ക്യാപ്പ് ഈസ് ഈക്വൽ ടു 3x bar. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If T1 and T2 are two distinct unbiased estimators of gamma of theta and T equal to expectation of T1 by T2, then അതായത് T1 ഉം T2 ഉം ടു ഡിസ്റ്റിങ്ക്ട് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആണ്. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് T1 ഉം എക്സ്പെക്ടേഷൻ ഓഫ് T2 എന്ന് പറയുന്നത് ഗാമ ഓഫ് തീറ്റ എന്നായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ റിലേഷൻസിൽ ഏതായിരിക്കും ട്രൂ. അതായത് വേരിയൻസ് ഓഫ് T1 ഈക്വൽ ടു വേരിയൻസ് ഓഫ് T ആണോ, അത് ഗ്രേറ്റർ ആണോ, ലെസ് ആണോ, എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം വി ഹാവ് ലോ ഓഫ് ടോട്ടൽ വേരിയൻസ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് വേരിയൻസ് ഓഫ് എ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് വേരിയൻസ് ഓഫ് എ ഗിവൺ ബി പ്ലസ് വേരിയൻസ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എ ഗിവൺ ബി. ഇതാണ് ലോ ഓഫ് ടോട്ടൽ വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് വേരിയൻസ് ഓഫ് T1 ഗിവൺ T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് പകരം എക്കും ബിക്കും പകരം നമ്മൾ T1 ഉം T2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി T1 ഉം T2 ഉം അൺബയാസ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ ടേം becomes nothing but variance of T1 plus അതായത് variance of expectation of T1 divided by T2. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിക്കാം. വേരിയൻസ് ഓഫ് T1 is equal to വേരിയൻസ് ഓഫ് T പ്ലസ് ഒരു പോസിറ്റീവ് ടേം ആണ്. അതായത് വേരിയൻസ് ഓഫ് T1 വേരിയൻസ് ഓഫ് Tയുമായിട്ട് ഈക്വൽ ആണെങ്കിൽ വേരിയൻസ് ഓഫ് Tന്റെ കൂടെ ഒരു പോസിറ്റീവ് ടേം ആഡ് ചെയ്യണം നമുക്ക്. അപ്പം we can see that second option ആണ് right answer. Variance of T is less than or equal to variance of T1. ഇനി ആ variance of T1ന്റെ variance of Tന്റെ കൂടെ ഒരു പോസിറ്റീവ് വാല്യൂ എടുത്താൽ it will be equal to variance of T1. So correct option 2 ആണ്. ഇനി next question. Let x1, x2, etc. xn be a random sample from population uniform 0, 1 by theta, theta greater than 0. Then maximum likelihood estimate of theta. ഇവിടെയും നമ്മൾ ക്വസ്റ്റ്യൻ തീറ്റ ക്യാപ്പ് കണ്ടുപിടിക്കാനാണ്. പക്ഷെ മെത്തേഡ് ഓഫ് മൊമെന്റ്സ് വെച്ചിട്ടല്ല, മാക്സിമം ലൈക്ലിഹുഡ് അതായത് MLE ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം യൂണിഫോം 1 by തീറ്റ ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by തീറ്റ, തീറ്റ ഗ്രേറ്റർ ദാൻ 0. ഇതായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ. അപ്പം നമുക്കറിയാം മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നമ്മൾ എൽ ഓഫ് തീറ്റ അതായത് ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് ആദ്യം കണ്ടുപിടിക്കും, എന്നിട്ട് അതിനെ മാക്സിമൈസ് ചെയ്യും. അപ്പൊ എൽ ഓഫ് തീറ്റ എഫ് ഓഫ് എക്സ് തീറ്റന്റെ പേര് 1 by തീറ്റ പവർ n ആണ്. അപ്പം MLE കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ തീറ്റ ക്യാപ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് n ആണ്. അതായത് ഓപ്ഷൻ നമ്പർ 3 എക്സ് ഓഫ് n ആണ്
റൈറ്റ് ആൻസർ. അടുത്തത്, suppose x1, x2, etc. x100 is a random sample from population and mu equal to theta, sigma square is equal to 100, and z is a standard normal variate such that probability of z greater than z alpha by 2 is equal to alpha by 2. Then 100 into 1 minus alpha percentage confidence interval for theta is. അതായത് 100 into 1 minus alpha percentage CI for theta ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇതെന്താണ് വരിക? x bar plus or minus z alpha by 2 sigma by root n. ഇതാണ് ഇക്വേഷൻ വരുന്നത്. കോൺഫിഡൻസ് ഇന്റർവൽ കണ്ടുപിടിക്കേണ്ടത്. അതായത് ലോവർ കോൺഫിഡൻസ് ലിമിറ്റ് എന്ന് പറയുന്നത് x bar minus z alpha by 2 into sigma by root n ഉം അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് x bar plus z alpha by 2 sigma by root n. അപ്പം x1, x2, x100 ആണ് റാൻഡം സാമ്പിൾ. അപ്പം it's directly given n is equal to 100. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ n mu equal to theta, sigma square equal to 100. അപ്പൊ സിഗ്മ എന്ന് പറയുന്നത് root of 100 is equal to 10. ഈ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് സിഗ്മ എന്ന് പറയുന്നത് 10 ആണ്. ഇനി റൂട്ട് n എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ ഇത് ക്യാൻസൽ ആയിപ്പോ x bar plus or minus z alpha by 2 സെക്കൻഡ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let x1, x2, etc. xn be a random sample from the population with probability density function f of x equal to e power minus x minus theta, x greater than theta and theta greater than 0. The estimate of theta by method of moments. Again method of moments ആണ്. നമുക്ക് ഡയറക്റ്റ് probability density function എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് e power minus of x minus theta ആണ്. And method of moments mr dash is equal to mu r dash വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുക തീറ്റ ക്യാപ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് 1. അതായത് സെക്കൻഡ് ഓപ്ഷൻ എക്സ് ബാർ മൈനസ് 1 ആണ് റൈറ്റ് ആൻസർ. The Cramer-Rao lower bound for the variance of an unbiased estimator of theta in case of a sample size n is drawn from the exponential 2 by theta population. അതായത് Cramer-Rao lower bound ആണ് കണ്ടുപിടിക്കേണ്ടത് for the variance of an unbiased estimator theta. എക്സ്പോണൻഷ്യൽ 2 by theta ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻ എന്താ വരിക? എക്സ്പോണൻഷ്യൽ തീറ്റന്റെ ഇക്വേഷൻ വരുന്നത് തീറ്റ ഇ പവർ മൈനസ് തീറ്റ എക്സ്. അപ്പൊ ഇ പവർ 2 by തീറ്റന്റെ ഇക്വേഷൻ വരിക 2 by തീറ്റ ഇ പവർ മൈനസ് 2x by തീറ്റ. ഈ ഇക്വേഷൻ വെച്ചിട്ട് ക്രേമർ-റാവോ ലോവർ ബൗണ്ട് കണ്ടുപിടിക്കണം. അതായത് CRLB എന്ന് പറയുന്നത് നത്തിങ് ബട്ട് വൺ റെസിപ്രോക്കൽ ഓഫ് ഫിഷർ ഇൻഫോർമേഷൻ ആണ്. ഓക്കെ, ഫിഷർ ഇൻഫോർമേഷൻ നമുക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഫിഷർ ഇൻഫോർമേഷൻ ഓഫ് ഫോർ എക്സ്പോണൻഷ്യൽ 2 by തീറ്റ എന്ന് പറയുന്നത് n by തീറ്റ സ്ക്വയർ ആയിരിക്കും. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ ഡയറക്റ്റ് എടുത്താൽ തീറ്റ സ്ക്വയർ ബൈ n. ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. ക്രേമർ-റാവോ ലോവർ ബൗണ്ട് ഫോർ വേരിയൻസ് ഓഫ് അൺബയസ്ഡ് എസ്റ്റിമേറ്റഡ് തീറ്റ വെൻ എക്സ്പോണൻഷ്യൽ 2 by തീറ്റ പോപ്പുലേഷൻ ആണെങ്കിൽ ക്രേമർ-റാവോ ലോവർ ബൗണ്ട് വരുന്നത് തീറ്റ സ്ക്വയർ ബൈ n. Next question. A random sample of size n is drawn from the population with probability density function f of x theta equal to 2x by theta square, 0 less than x less than theta. Suppose xn denotes the largest sample observation and expectation of lambda xn is equal to theta. Then the value of lambda is. ഇത് നമുക്ക് ഡയറക്റ്റ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതായത് വി നോ ദാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് xn denotes the largest sample observation. അപ്പൊ xn എന്താണെന്ന് അറിയാം. പിന്നെ എക്സ്പെക്ടേഷൻ ഓഫ് xn ഈക്വൽ ടു തീറ്റ ആൻഡ് ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് ലാംഡ xn ഈക്വൽ ടു തീറ്റ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓവർ എക്സ് ലാംഡ xn ഇൻറ്റു 2x by തീറ്റ സ്ക്വയർ ഈക്വൽ ടു തീറ്റ എന്നാണ് പറയുന്നത് dx. എക്സിന്റെ റേഞ്ച് പോലും കൊടുത്തിട്ടുണ്ട് 0 to തീറ്റ വരെയാണ് എക്സിന്റെ റേഞ്ച്. അപ്പം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ലാംഡ ആസ് 2n plus 1 ഡിവൈഡഡ് ബൈ 2n. അതായത് xnന്റെ വാല്യൂ എന്താണെന്ന് കൊടുക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇക്വേറ്റ് വിത്ത് തീറ്റ. അപ്പം നമുക്ക് ആൻസർ കിട്ടുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു 2n plus 1 divided by 2n. Next question. If T1 and T2 are two unbiased estimators of gamma of theta with efficiencies 1 by 2 and 1 by 3 respectively, and rho is Karl-Pearson coefficient of correlation between T1 and T2, then rho minus 1 by root 6 all square will always be less than. അപ്പോ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. T1 ഉം T2 ഉം അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഓഫ് ഗാമ ഓഫ് തീറ്റ ആണ്.
efficiencies 1/2 1/3 ആണ്. And correlation coefficient Karl Pearson correlation coefficient ആണ് rho എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഫസ്റ്റ് നമുക്ക് എഫിഷ്യൻസി കൊടുത്തതിനെ കൊണ്ടുവരുന്ന എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് CRLB ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് TI ആണ്. അതായത് എഫിഷ്യൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേരിയൻസ് ഓഫ് TI ആയിരിക്കും. അപ്പം ഈ T1ന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1/2 ആണ്. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/2 is inversely proportional to variance of T1 ആയിരിക്കും. ഇത് നമുക്കറിയാം correlation coefficient rho is equal to covariance of T1, T2 divided by square root of variance of T1 into variance of T2. ഈ ഇക്വേഷൻ നമുക്കറിയാം. അപ്പം ഇത് ഈ വെച്ചിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പോൾ we'll get that rho minus 1/√6 all square will be always less than 1/3. Option number 1 ആണ് right answer. Next question. When sample of size 125 is drawn from normal population with the parameters 100 sigma square and for testing H0 sigma square is equal to sigma naught square against H1 is equal to sigma square not equal to sigma naught square. If A is the value of test statistic and computed from sample and P test statistic is less than A which is equal to 1 by delta, then P value of test statistic is. അതായത് A is the value of test statistics ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോപ്പുലേഷൻ നോർമൽ ആണ്, mu is equal to 100 ആണ് ആൻഡ് സിഗ്മ സ്ക്വയർ ഉണ്ട്. ടെസ്റ്റ് ചെയ്യുന്ന ഹൈപ്പോത്തിസിസ് H0 is equal to sigma square equal to sigma naught square. Sigma naught square എന്ന് പറയുന്നത് ഹൈപ്പോത്തൈസ്ഡ് വാല്യൂ ഓഫ് ദ വേരിയൻസ് ആണ്. അതും വേരിയൻസ് ഓഫ് ദ പോപ്പുലേഷൻ ഈക്വൽ ആണോ എന്നാണ് ഹൈപ്പോത്തിസിസ്. അപ്പോ ഇവിടെ കൊടുത്തിട്ടുണ്ട് P ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ലെസ് ദാൻ A is equal to 1 minus delta. അങ്ങനെയാണെങ്കിൽ P ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റ് ഗ്രേറ്റർ ദാൻ A is equal to എന്ന് പറയുന്നത് 1 minus of 1 minus delta ആണ് which is nothing but delta. ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ, delta.